I am leave on today. I am leave on today. എനിക്കിടയ്ക്ക് മെസ്സേജസ് വരാറുണ്ട്. ഞാൻ സെലീന കമറു, ലേണിംഗ് മൈൻഡ് സ്കൂളിലെ പ്രിൻസിപ്പലും അവിടുത്തെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. ചെറിയൊരു സ്കൂളാണ്, ഒരു പ്രീ സ്കൂൾ പ്ലേ സ്കൂളാണ്. ചെറിയ കുട്ടികളെ ഒരു 3 വയസ്സ് തൊട്ടിട്ട് 6 വയസ്സ് വരെ കുട്ടികളെ നമ്മളവരെ മിടുക്കന്മാരാക്കേണ്ട സ്ഥലമാണ്. പഠന വൈകല്യയിലെ കുട്ടികളും ഹെൽത്ത് ഇഷ്യൂസിലെ കുട്ടികളൊക്കെ ഞങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് പേരൻസ് മെസ്സേജ് അയക്കുമ്പോൾ കാണാറുള്ളൊരു സംഗതിയാണ്, സോ ആൻഡ് സോ ഇസ് ലീവ് ഓൺ ടുഡേ, അല്ലെങ്കിൽ ഈസ് ഓൺ ലീവ് ടുഡേ. അപ്പോൾ എൻ്റെ സ്റ്റാഫുകൾ അവരൊക്കെ ഇങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് ഒക്കെ ഞങ്ങളെന്ന് കൊടുത്ത് സെറ്റാക്കി, ഞങ്ങളെന്ന് അവരെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് അവരെ ആ ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിൽ തന്നെ ഞങ്ങളവരെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരെടുക്ക് ചോദിക്കും, മാം ഇത് ശരിയാണോ, സെലി മാം ഇത് കറക്റ്റാണോ, ഇതിലെന്തോ മിസ്റ്റേക്ക് ഇല്ലേ? അപ്പം ഞാൻ പൊതുവേ എൻ്റെ സ്റ്റാഫിനോട് അല്ലെങ്കിൽ എൻ്റെ കുട്ടികളോട് എല്ലാവരോടും പറയുന്നത്, അവരോട് ഒരിക്കലും നിങ്ങൾ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ റോങ് ആണ് ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കാറില്ല. ഞാൻ ജസ്റ്റ് അവർക്ക് ഇതിങ്ങനെയാണ് എന്നേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അപ്പോൾ അവർക്കും ഇഷ്ടമാണ്, ഞങ്ങൾക്കും ഇഷ്ടമാണ്, ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളും മക്കളുടെ സ്കൂളിൽ മെസ്സേജ് അയക്കാറില്ലേ? ഇന്ന് കുട്ടി വരണില്ല, അല്ലെങ്കിൽ കുട്ടി കുറച്ച് ദിവസം വരില്ല, പനിയാണ്, വയ്യ, അങ്ങനെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ടൈപ്പ് ചെയ്യാറുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ എൻ്റെ മോളെ പേര് ഹയാന്നാണ്. അപ്പോൾ ഞാൻ ഹയായുടെ കാര്യം പറയുകയാണെങ്കിൽ, ഹയ ഈസ് ഓൺ ലീവ് ടുഡേ, ഹയ ഈസ് ലീവ് ഓൺ ടുഡേ, ഹയ ഈസ് ആബ്സെൻറ്റ് ടുഡേ, ഹയ ഈസ് നോട്ട് ഫീലിംഗ് വെൽ, സോ ഷീ ഈസ് നോട്ട് കമ്മിങ് ടു ദ ക്ലാസ്. ഇതിലേതാണ് കറക്റ്റ്? ഹയ ഈസ് ആബ്സെൻറ്റ് ടുഡേ, that is perfect. Haya will not be coming to school today because she is not feeling well. കുറച്ച് ലെങ്തിയാണ്, but it is correct. Haya leave on today, that is completely wrong. Haya is on leave today, that is correct. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് ശരിയല്ലല്ലോ. ഹയ ഇസ് ഓൺ ലീവ് ടുഡേ. ഓൺ ലീവ് ടുഡേ, വാട്ട് ഇസ് ദാറ്റ്? ആക്ച്വലി ഓൺ ലീവ് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന സംഗതിയാണ്. ഗ്രമാറ്റിക്കലി ഇറ്റ് ഈസ് കറക്റ്റ്. കാരണം നമ്മൾ ആ ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്മൾ ഇല്ല എന്നറിയിക്കുന്നതാണ് ഇസ് ഓൺ ലീവ് ടുഡേ. അത് കൂടുതൽ നമുക്ക് കറക്റ്റായി ഫീൽ ചെയ്യുക വെൻ ഇറ്റ് ഈസ് ഇൻ ഇൻവേർട്ടഡ് കോളംസ്. നമ്മളിങ്ങനെ 2 കോളം ഒരു വാചകത്തിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും എഴുതാറില്ലേ? അപ്പോൾ ഹയ ഇസ് ഓൺ ലീവ് ടുഡേ ഇസ് കറക്റ്റ്. നിങ്ങൾ കുട്ടികൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ അങ്ങനെ തന്നെ മെസ്സേജ് അയക്കണം. ടീച്ചേഴ്സിന് അയക്കണം മെസ്സേജ് കുട്ടികളുടെ ലീവിൻ്റെ കാര്യം പറയുമ്പോൾ. സോ ദിസ് ഇസ് എ ടിപ്പ്, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ട്രൈ ഇറ്റ് ഔട്ട്.